ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് രാവിലെ നമ്മൾ യൂബറൊക്കെ ഓണാക്കിയപ്പോഴത്തേക്കും ഓണം ഡ്രൈവർ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചെന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടോ. അതെന്താന്ന് നോക്കാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മളിത് കണ്ടത്. വേറെ ഒന്നുമല്ല, ഈ ഓഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എത്രത്തോളം കൂടുതൽ ട്രിപ്പ് എടുക്കുന്നോ അതനുസരിച്ചുള്ള സമ്മാനങ്ങളാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പ് എടുക്കുന്നത് അവർക്കുള്ള സമ്മാനങ്ങൾ. അതായത് മൊത്തം 50 പേർക്കായിട്ട് ഇതിൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കുക. അതായത് ഒന്നാമത്തെ ആൾക്ക് 2 ഗ്രാമിൻ്റെ സ്വർണ്ണ നാണയം, 2-3 സ്ഥാനക്കാർക്ക് 1 ഗ്രാമിൻ്റെ സ്വർണ്ണ നാണയം, പിന്നെ അടുത്ത 10ാം സ്ഥാനം വരെ ഉള്ളവർക്ക് 30 ഗ്രാം വെള്ളി, പിന്നെ അതുപോലെ ഇൻഡക്ഷൻ സ്റ്റൗവ്, ആമസോൺ വൗച്ചർ 2000 രൂപയുടെ, പിന്നെ സദ്യ കിറ്റ്, അങ്ങനെ സമ്മാനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാ. അപ്പോൾ ഇഷ്ടംപോലെ ഡ്രൈവർമാരുണ്ട്. ഞാൻ അത്യാവശ്യം ഓടുന്നൊരു വ്യക്തിയാണ്, പക്ഷേ എന്നെക്കാളും നല്ലോണം ട്രിപ്പുകളും ഓടുന്ന ആൾക്കാരും ഈ കൊച്ചി സിറ്റിയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുള്ളതാണ്. അപ്പോൾ ആൾക്കാർ മാക്സിമം ഓടി ട്രിപ്പ് ഇടുക, കിട്ടുന്നത് കിട്ടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടായിട്ട് അപ്പോൾ ഇത് പറഞ്ഞത്. അതെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഇൻ്റർസിറ്റി ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പായിട്ട് ജസ്റ്റ് 18 കിലോമീറ്ററിൻ്റെ ട്രിപ്പാണ് കേട്ടോ. അങ്ങനെ ആ കസ്റ്റമറെ പിക്ക് ചെയ്ത് നമ്മൾ പോയത് കാഞ്ഞിരമുറ്റത്തോട്ടായിരുന്നു. കാഞ്ഞിരമുറ്റം എത്തണ്ട, അതിന് മുമ്പായിട്ട് കുറച്ചുള്ളിലൂടെ കയറിയിട്ട് ഏതൊരു വഴി കൂടിയൊക്കെ പോയിട്ട് ഒരു സ്ഥലത്തെത്തി. അങ്ങനെ ആ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മളിതിപ്പോൾ തിരിച്ച് മുളന്തുരുത്തി സൈഡിലോട്ട് പോകണേ കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ തിങ്കളാഴ്ച ദിവസം ഉണ്ടോ. പിന്നെ അതേപോലെ ഇന്നലെ ഞായറാഴ്ച ഞങ്ങൾ വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായില്ല. ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അളിയൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലാണ്. പിന്നെ ഞാനും ശ്യാമലൊക്കെ ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ ഒരു കല്യാണം ഉണ്ടായിട്ട് ഈരാറ്റുപേട്ടയിൽ പോയേക്കണായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വാഗമൺ അടുത്തായതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി വാഗമണ്ണ് പോയി. അവിടെ തങ്ങൾപ്പാറയിൽ കയറി വൈകുന്നേരം 6-7 മണിയായപ്പോഴത്തേക്കും തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ ഇന്നലെ രാത്രിയാണ് നമ്മൾ വീട്ടിലെത്തിയത്. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ തന്നെ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മുളന്തുരുത്തി എത്താനായപ്പോഴത്തേക്കും നമുക്ക് വേറൊരു രണ്ടാമത്തെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോട്ടായിരുന്നു കേട്ടോ ട്രിപ്പ്. അങ്ങനെ എറണാകുളത്ത് നിന്ന് പിന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് ഇടുന്നത് വാഴക്കാലയിലേക്കാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഫുൾ സർജാണ്. പക്ഷേ നമുക്കൊരു 5-10 മിനിറ്റത്തേക്ക് ട്രിപ്പൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയുണ്ടോ ട്രിപ്പ് അടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 2 ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് കസ്റ്റമർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടോ. അങ്ങനെ നമ്മളിത് കുറച്ച് ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പെരിങ്ങാല സൈഡിലുണ്ടേ. അപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കണേണ്. നമുക്കിനി എന്തെങ്കിലും ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി വർക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അത്യാവശ്യം നല്ല ട്രിപ്പുകൾ കിട്ടി. ഏകദേശം 6 ട്രിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 6ഉം അത്യാവശ്യം നല്ല ട്രിപ്പുകളായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഫ്ലാറ്റിൽ ഓട്ടോ ഉണ്ട്. അത് കഴിയുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല 6-7 മണിയാവും. അപ്പോൾ പിന്നെ നമ്മൾ 1:30 ആകുമ്പോഴത്തേക്കും നമുക്ക് കാക്കനാട് എത്തണം. നമ്മളിപ്പോൾ MG റോട്ടിലാണ് ഉള്ളത്. നമുക്ക് അവിടുന്ന് പെരിങ്ങാലയിൽ നിന്ന് MG റോട്ടിലോട്ട് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ കാക്കനാടേക്ക് ലൊക്കേഷൻ ഇട്ടപ്പോൾ നമുക്ക് ഇവിടുന്ന് ചളിക്കോട്ടത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടേ. അത് പിക്ക് ചെയ്യാൻ പോകണം. നമ്മളിപ്പോൾ ഫ്ലാറ്റിലെ ഓട്ടത്തിലാണ് കേട്ടോ. ഇപ്പോൾ പാലാരിവട്ടത്താണ് ഉള്ളത്. അങ്ങനെ ഫ്ലാറ്റിലെ ഓട്ടം കഴിഞ്ഞ് DLFനോട് ബൈ പറഞ്ഞ് നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് നമ്മൾ നിർത്തുന്നതാണ്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. കണ്ട 7 മണി തോന്നൂല, ഇപ്പോഴും വെളിച്ചമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് യൂബറിൽ 8 ട്രിപ്പും അതേപോലെ ഒരു പേഴ്സണൽ ട്രിപ്പും അപ്പോൾ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് CNG അടിച്ച് നേരെ വീട്ടിലോട്ട് പോകാൻ നിർത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.